പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സിദ്ധാർത്ഥനെ താൻ കൊല്ലും എന്നുള്ള ഭീഷണിയുമായി മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് വീണ്ടും കാശിനാഥൻ. ഇതോടെ ഞെട്ടിപ്പോയിരിക്കുകയാണ് സിദ്ധാർത്ഥന്റെ അമ്മ. സിദ്ധാർത്ഥനോട് ഇതോടെ വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്ന് അമ്മ ആവശ്യപ്പെടുകയാണ്. വെറുതെ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ആ പെണ്ണിനു വേണ്ടി നീ നിന്റെ ജീവിതം കളയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ കാശിനാഥൻ അവൻ എന്തിനും പോന്നവനാണ്. അതുകൊണ്ട് തന്നെ അവനെ എതിർക്കാൻ നിൽക്കാതിരിക്കുന്നതല്ലേ നല്ലത്. അമ്മേ, എത്ര നാൾ ഇങ്ങനെ പേടിച്ചു കഴിയും? എന്തിനാണ് നമ്മൾ ഇങ്ങനെ പേടിക്കുന്നത്? ആരെയാണ് പേടിക്കുന്നത്? ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? അയാൾ പലതും അങ്ങനെ പറയും. അതൊക്കെ കേട്ട് പേടിച്ചിരുന്നാൽ ജീവിതകാലം മുഴുവൻ പേടിക്കാൻ മാത്രമേ നമുക്ക് സമയം കാണൂ. അതാണ് ഞാൻ പറയുന്നത്. എന്തായാലും ഞാൻ ഗംഗയെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ. ആ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. ധൈര്യമായി ഞാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇത് കേട്ടതിനെ തുടർന്ന് സിദ്ധാർത്ഥന്റെ അമ്മ ആകെ പകച്ചുപോയിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ്. കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്ന മനുവാകട്ടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ച് നിൽക്കുകയാണ്. ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ചിരുന്നതല്ല. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. എന്തു ചെയ്യും? ഗംഗയും യമുനയുമെല്ലാം സത്യങ്ങൾ അറിഞ്ഞാൽ പിന്നെ ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്നത് സത്യം തന്നെയാണ്. ഇത് ഉറപ്പിച്ചുകൊണ്ട് കിച്ചുവിനെ പറ്റിയുള്ള സത്യങ്ങൾ തുറന്നു പറയാൻ തീരുമാനം എടുക്കുകയാണ് മനു. പക്ഷേ മനുവിന്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ടുള്ള മറ്റൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ്. പുതിയൊരു വിവാഹോലോചനയുടെ കാര്യം അറിയാനിടയാവുകയാണ് ഇപ്പോൾ മനുവിന്റെ ഭാര്യ. ഇതോടെ ഗംഗയാണ് അതെന്ന് തിരിച്ചറിയുന്ന അവൾ ഉടൻ തന്നെ മനുവിനെ ഫോൺ ചെയ്യുകയും മനുവിനോട് കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. സത്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ മനു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.